കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത് വിശുദ്ധീകരണം എന്നുള്ള ഒരു വിഷയമാണ്. ഈ ഭാഗങ്ങൾ നാം വിചിന്തനം ചെയ്യുമ്പോൾ സമ്പൂർണമായ വിശുദ്ധീകരണം എന്നുള്ളതാണ് തിരുവെഴുത്തുകൾ ഊന്നി പറയുന്ന സത്യം. അത് നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹം ശരീരത്തെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. മനുഷ്യന്റെ ഇപ്രകാരമുള്ള ത്രിവിധ ഘടനയിൽ വിശുദ്ധീകരണം ഉണ്ടാകും. അതാണ് ഈ രക്ഷയിൽ കൂടെ സംഭവിക്കുന്നത്. വിശുദ്ധീകരണം എന്നുള്ള വാക്ക് പലപ്പോഴും നമ്മളെ അലോരസപ്പെടുത്താറുണ്ട്. പക്ഷേ നാം വചനം സസൂക്ഷ്മം പഠിക്കുമ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടുള്ള ഒരു വാക്കല്ല വിശുദ്ധീകരണം. കാരണം ക്രിസ്തുവാണ് നമ്മുടെ വിശുദ്ധി. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുക, ക്രിസ്തുവിൽ വസിക്കുക, ആത്മാവിനെ അനുസരിക്കുക എന്നുള്ള ആശയങ്ങൾ പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളായി ആവർത്തിച്ച് നാം കാണുന്നു. പ്രിയരെ, ഇതെല്ലാം വിശുദ്ധീകരണത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ദൈവിക പദ്ധതികളാണ്. ഞാൻ ചില വാക്കുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ കൂടുതൽ ഉൾക്കാഴ്ച ആത്മാവ് നിങ്ങൾക്ക് നൽകും. വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ തന്നെ നാം പെട്ടെന്ന് ചിന്തിക്കുന്നത് തീരുമാനങ്ങൾ എടുത്ത് കൂടുതൽ മെച്ചമായ അനുഭവങ്ങളിൽ എത്തിച്ചേരുമ്പോൾ, ആത്മീയതയുടെ ഔന്നത്യം നാം പ്രാപിക്കുമ്പോൾ, കുറച്ചേറെ പ്രായം കഴിയുമ്പോൾ ലൗകികമായ ചിന്തകളോ മറ്റ് മാനസികമായ വിചാരവികാരങ്ങൾക്ക് വശബദ്ധനാകാതെ കുറച്ചു നാൾ കഴിയുമ്പോൾ ദൈവവചനം അനുശാസിക്കുന്ന പ്രകാരമുള്ള ഒരു വിശുദ്ധ ജീവിതം എന്നിൽ നിന്ന് ഉളവാകും. ഇപ്പോൾ എനിക്ക് കഴിയത്തില്ല, പിന്നത്തേതിൽ ഞാൻ പരിശ്രമിക്കാം. ഓരോ പ്രാവശ്യവും അപ്രകാരമുള്ള ചിന്താഗതികളിൽ നാം യഥാർത്ഥത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധീകരണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ പരിശ്രമമോ അധ്വാനങ്ങളോ നിങ്ങളുടെ കാര്യപരിപാടികളോ അല്ല. ക്രിസ്തുവാണ് നിങ്ങളുടെ വിശുദ്ധി. ആ കർത്താവിനെ നിങ്ങളുടെ ലൈഫിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ക്രിസ്തു നിങ്ങളിലും എന്നിലും വിശുദ്ധി ഉൽപ്പാദിപ്പിക്കുക. നിങ്ങളുടെ ക്രിസ്തു വിശുദ്ധീകരണമായി അതിന്റെ ഫലമായി വെളിപ്പെടുക. അവിടെ നിങ്ങളുടെ കാഴ്ചകൾ മാറുന്നു, ചിന്താഗതികൾ മാറുന്നു, സംസാരം മാറുന്നു, പ്രവൃത്തി മാറുന്നു, നടപ്പ് മാറുന്നു, ബന്ധങ്ങൾ മാറുന്നു. അവിടെ നിങ്ങൾ മാറുന്നു. എന്റെ പ്രകൃതിയും എന്റെ സ്വഭാവവും എന്റെ ആകൃതിയും എന്റെ ആളത്വവും എന്റെ വ്യക്തിത്വവും മാറുവാൻ എന്റെ ലൈഫിലേക്ക് ക്രിസ്തുവിനെ അനുവദിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ദൂത് നിങ്ങൾക്ക് പ്രിയരെ ഈ പ്രഭാതത്തിൽ വളരെ ആശ്വാസകരമായി തീരും, അനുഗ്രഹമായി തീരും. എബ്രായ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു പഠിക്കുമ്പോൾ രണ്ടും ചെയ്യുന്നത് ഒരാളാണ്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. കർത്താവ് തന്നെയാണ് നിങ്ങളുടെ വിശുദ്ധി. നിങ്ങളിൽ കൂടി കർത്താവ് തന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് തുടങ്ങും, ഞാൻ നിർത്തുമ്പോൾ കർത്താവ് ആരംഭിക്കും, ഞാൻ മതിയാക്കുമ്പോൾ കർത്താവ് എന്നിലൂടെ ആരംഭിക്കും. എന്റെ സ്വയത്തിന്റെ തീരുമാനങ്ങളുടെ, എന്റെ താല്പര്യങ്ങളുടെ, അല്ലെങ്കിൽ എനിക്കുണ്ടെന്ന് പറഞ്ഞ കഴിവിന്റെ, ആശ്രയങ്ങളുടെ, ജഡത്തിന്റെ ഞാൻ പരിശ്രമിച്ച് നേടുവാൻ അല്ലെങ്കിൽ പ്രവർത്തിച്ച് നേരെയാകുവാൻ ഞാൻ തുടങ്ങുമ്പോൾ കർത്താവ് അവസാനിപ്പിക്കും. എന്നാൽ എന്റെ ജീവിതത്തിലേക്ക് യേശുവിനെ എല്ലാ മേഖലയിലേക്കും ഞാൻ അനുവദിക്കുമ്പോൾ കർത്താവിന് വിശുദ്ധിയിൽ കൂടി മാത്രമേ, സ്നേഹത്തിലൂടെ മാത്രമേ, ആത്മാവിലൂടെ മാത്രമേ നമ്മളിൽ അതിന്റെ ഫലം കർത്താവ് തന്നെ നിങ്ങളിലൂടെ വെളിപ്പെടുത്തും. ഏത് വൃക്ഷവും ഫലം പുറപ്പെടുവിക്കുന്നത് ആ വൃക്ഷത്തിന്റെ രസം, ജീവൻ, സത്ത, അതിന്റെ കാമ്പ് ആ വൃക്ഷത്തിന്റെ ജീവനിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ്. ഇതാണ് സുവിശേഷത്തിൽ വായിക്കുന്നത്. എന്നെ പിരിഞ്ഞ് നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ കാണിക്കുന്നതോ ഞാൻ ചെയ്യാനുള്ള എന്റെ പ്രവൃത്തികളോ അല്ലെങ്കിൽ എന്റെ അവകാശവാദങ്ങളോ എന്റെ അധ്വാനങ്ങളോ പരിശ്രമങ്ങളോ അല്ല. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറയുന്നത് നിങ്ങളിൽ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് പിതാവും ഒരുവന്. പിതാവിന്റെ ഛായയിലും പിതാവിന്റെ സ്വഭാവത്തിലും പിതാവിനെ പോലെ മക്കൾ ആയി തീരുന്നത് നമുക്കറിയാം. 2-ാമത്തെ വാക്യം 1 പത്രോസ് ലേഖനം നാം പഠിക്കുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം 3:14 അതിന് അവസാനമാകും. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പി. നിങ്ങളുടെ വാക്യത്തിന്റെ ഡെപ്ത് തിരിച്ചറിയണം. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി നിങ്ങൾ വിശുദ്ധീകരിപ്പി. അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ക്രിസ്തു ഏറ്റെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ സിംഹാസനം, ആ കർത്തൃത്വം നിങ്ങൾ ക്രിസ്തുവിന് കൈമാറണം. നിങ്ങളുടെ ലൈഫിന്റെ നേതൃത്വം, നായകൻ, അതിന്റെ ഹെഡ്ഷിപ്പ്, നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ സർവാധിപത്യവും കർത്താവിന് കൊടുക്കണം. അതാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഹൃദയമാണ്. ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ കർത്താവായി നിങ്ങൾ വിശുദ്ധീകരിക്കണം. ഇനി അതിലൂടെ നമുക്ക് മറ്റൊരു ഭാഗം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ എന്നെ ആഴമേറിയ തലങ്ങളിൽ ചലഞ്ച് ചെയ്തൊരു വാക്യമുണ്ട്. 19-ാമത്തെ വാക്യം, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ വാക്യം വീണ്ടും വീണ്ടും വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം. യേശു കർത്താവിന്റെ ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ, മഹാപൗരോഹിത്യ പ്രാർത്ഥന, അവിടെ യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനിയും നാളുകളിൽ ഈ വചനത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാനുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ പറയാറുണ്ട്, എനിക്ക് വേണ്ടിയും 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടവനായി
മാറുവാൻ കർത്താവ് എനിക്ക് വേണ്ടി തന്നെ തന്നെ വിശദീകരിക്കുന്നു. നമ്മൾക്ക് ഈ 5 മിനിറ്റ് കൊണ്ട് 6 മിനിറ്റ് കൊണ്ട് ഈ പദങ്ങളുടെ ഒന്നും അർത്ഥവ്യാപ്തി അതിന്റെ ആഴത്തിലോ ചിന്തിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ നിങ്ങൾ സാക്ഷാൽ വിശദീകരിക്കപ്പെട്ടവർ ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കും. അവിടെ എന്താണ് യേശുവിന്റെ അപേക്ഷ? നിങ്ങൾക്ക് വേണ്ടി വാഴ്ത്തപ്പെട്ട ക്രിസ്തു തന്നെ തന്നെ വിശദീകരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇവിടെ നിങ്ങളുടെ വിശുദ്ധിയുടെ അളവുകൾ വർദ്ധിക്കും. വിശുദ്ധിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് പുറമേ ഉള്ളതോ ബാഹ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ കേവലം തീരുമാനങ്ങളോ ചൂണ്ടിക്കാണിക്കാത്ത വസ്തുതകളോ എന്തെങ്കിലും അടയാളങ്ങളോ ആവരണങ്ങളോ പുറമേ ഉള്ളതൊന്നുമല്ല. നമ്മുടെ വിശുദ്ധി ഒരു വിശ്വാസിയുടെ സൗന്ദര്യമാണ്. വിശുദ്ധി ഒരു അഭിനയമല്ല, അതൊരു ജീവിതമാണ്, അതൊരു സാക്ഷ്യമാണ്. വിശുദ്ധി എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അതൊരു ശക്തിയാണ്. ഒരിക്കലും പിശാചിന് നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. എബ്രായലേഖനം 10:10 ഇതിനെ ഉപോത്ബലകമായി വീണ്ടും ഉറപ്പിക്കുന്ന ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയും. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ അർത്ഥം യാഗവും യാഗപീഠവും യാഗാർപ്പകനും ഒരാളായിട്ട് മാറി. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ബലിയായി തീരുക മാത്രമല്ല, ആ യാഗത്താൽ നിങ്ങൾ സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പിതാവ് പുത്രനിലൂടെ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാനം ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ വിശുദ്ധന്മാരുടെ നിരയിലാണ്. 10:14 ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. വരുത്തുവെന്നല്ല, വരുത്തിയിരിക്കുന്നു. നമുക്ക് ഈ ഭാഗം വീണ്ടും ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.